ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കളുടെ വളർച്ചയുടെ ഒരു ഘട്ടം. എറിക്സൺ എന്ന് പറയുന്ന വളർച്ചയുടെ ഘട്ടം എന്ന് പറയുമ്പോൾ ആയുസിന്റെ വളർച്ചയല്ലേ നോക്കുന്നത്, അല്ലേ? സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് എന്താ? വയസ്സിന്റെ, അല്ലേ? ശരി, അതിനെ ബേസ് ചെയ്ത് എറിക്സൺ എന്ന് പറയുന്ന മനഃശാസ്ത്രജ്ഞൻ 8 സ്റ്റേജിൽ അവതരിപ്പിക്കുന്നത്. 1 ഇൻഫന്റ്, 1 വയസ്സ് വരെ ശിശു. 2 ടോഡലർ, 2 മുതൽ 3 വയസ്സ് വരെ. ടോഡലർ എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചു നടക്കുന്നത്. പ്രീ സ്കൂൾ 3 മുതൽ 6 വയസ്സ് വരെ. സ്കൂൾ ചൈൽഡ് 7 മുതൽ 12 വയസ്സ് വരെ. അഡോളസെന്റ്, ടീനേജ്, അല്ലേ? എത്ര വയസ്സ് മുതൽ? 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെ. യങ് അഡൽട്ട് 20 വയസ്സിനാണ് യങ് അഡൽട്ട് എന്ന് പറയുന്നത്. മിഡ് അഡൽട്ട് 20 വയസ്സ് മുതൽ 50 വയസ്സ് വരെ. ലേറ്റ് അഡൽട്ട് എബോവ് 50. അപ്പം ഈ ഒരു ഘട്ടം, ഇതിന് അദ്ദേഹം അൺഫോൾഡിങ് ഓഫ് എ റോസ് ബഡ് എന്നാണ്. എന്റെ പ്രിയപ്പെട്ട അധ്യാപകരും കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്ന പേരൻസും രക്ഷകർത്താക്കളും ഞാൻ ഈ പറഞ്ഞ സെന്റൻസ് അടിവരയിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോയി ഒരു ചാർട്ടിൽ എഴുതി ഒട്ടിച്ചോ. അൺഫോൾഡിങ് ഓഫ് എ റോസ് ബഡ് എന്നാണ് കുട്ടിയുടെ വളർച്ചയെ എറിക്സൺ സൂചിപ്പിച്ചത്. ഒരു റോസാപ്പൂ വളർന്നു വരുന്ന ആ ഒരു സൗന്ദര്യത്തിന്റെ ഘട്ടങ്ങളില്ലേ, നിങ്ങൾ ചെന്നിട്ട് അതിന്റെ ഇതളുകളൊന്ന് അടർത്തി നോക്കിക്കേ. റോസാപ്പൂവിന് വലിപ്പം വെക്കാൻ വേണ്ടി ആയുസ് കൂടുതൽ കുറയോ? മുട്ടിലേക്ക് വിരിഞ്ഞു വരുന്ന 3-4 ദളങ്ങൾ വരുന്ന അല്ലെങ്കിൽ 10 ദളങ്ങൾ വരുന്ന റോസാപ്പൂവിന് വേഗം വളരട്ടെ എന്ന് കരുതി പിടിച്ച് നടത്തിയാൽ റോസാപ്പൂവിന് ആയുസ് കൂടുതൽ കുറയോ? കുറയും. ആ വളർച്ച ആസ്വദിക്കണം, കണ്ടാസ്വദിക്കണം. എത്ര പേരുണ്ട് ആ വളർച്ച കണ്ടാസ്വദിക്കുന്നത്? നമ്മൾ അതിന് സമയമില്ലെന്നും അവൻ വഴക്കാളിയാണെന്നും അവൻ പഠിക്കുന്നില്ലെന്നും അവന്റെ നെഗറ്റീവ്സ് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കുന്നുള്ളൂ. ഞാൻ എല്ലാ ക്ലാസ്സുകളിലും ഉപയോഗിക്കുന്ന ഒരു ഗുണമാണ്. റോസാപ്പൂവാണോ മുള്ളാണോ കൂടുതൽ? മുള്ള്. ഇന്ന് വരെ ആരെങ്കിലും റോസാ ചെടിയെ മുൾച്ചെടി എന്ന് വിളിച്ചിട്ടുണ്ടോ? ഉണ്ടോ? എന്തുകൊണ്ടാ? നമ്മുടെ ശ്രദ്ധ എങ്ങോട്ടാ? നീ ഒന്നിനും കൊള്ളത്തില്ല. നിന്നെ ജനിപ്പിച്ച വേണം, എന്നെ വേണം. അല്ലെങ്കിൽ നീ അയാളെ കണ്ടല്ലേ നീ പഠിക്കത്തോ? അല്ലെങ്കിൽ നീ അയാളെ കണ്ടല്ലേ പഠിക്കത്തോ? സിറ്റോട്ടിരിക്കുന്ന അയാൾ കേൾക്കാൻ വേണ്ടി. ഇവന്റെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യപ്പെടുന്ന പ്രോഗ്രാം എന്ന് നിങ്ങൾ അസസ് ചെയ്ത് നോക്കി. അസസ് ചെയ്ത് ചെയ്യുന്നുണ്ടോ? ഇത് മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് വളർച്ചയുടെ. പുരാണത്തിൽ സൃഷ്ടിയുടെ കഥകൾ പറയുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് തണുപ്പ് കാലത്താണ്. സൃഷ്ടിച്ചങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഈ മനുഷ്യൻ ആദ്യം കണ്ടത് ആനയെ. അപ്പോൾ അവൻ ആനയെ നോക്കി, വലിയ തുമ്പിക്കൈ, വലിയ ശരീരം. അപ്പൊ അവനൊരു കോംപ്ലക്സ്, പക്ഷപാതം കാണിച്ചു ബ്രഹ്മാവ്. അവന് നല്ല കരുത്തനായി സൃഷ്ടിച്ചു, എന്നെ അശുവായി സൃഷ്ടിച്ചു. രണ്ടാമത് മനുഷ്യൻ കണ്ടത് സിംഹത്തെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ജടയും ഓവർ കോട്ടും ഒക്കെ ഇട്ട് സുന്ദരനായി വളരെ ഗൗരവത്തോടെ നിൽക്കുന്ന സിംഹത്തെ കണ്ടപ്പോൾ അവൻ കോംപ്ലക്സ്, ബ്രഹ്മാവ് എന്നെ പണി വരിച്ചു. മൂന്നാമത് അവൻ കണ്ടത് കുതിരയാണ്. വളരെ കുതിരശക്തി എന്ന് പറയുന്നില്ലേ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഓട്ടം. ഒരിക്കലും ഇവനോട് ഞാൻ ഓടിയെത്തില്ലെന്ന് മനുഷ്യൻ സ്വയം തീരുമാനിച്ചു. മനുഷ്യൻ അങ്ങോട്ട് മാറി ബ്രഹ്മാവിനെ ചീത്ത വിളിക്കാൻ പറയും, സമരം ചെയ്തു. ബ്രഹ്മാവ് പറഞ്ഞു, ആനയ്ക്ക് തുമ്പിക്കൈയും വലിയ ശരീരവും സിംഹത്തിന് ജടയും കുതിരയ്ക്ക് കുതിരശക്തിയും ഒക്കെ നൽകിയെങ്കിലും അതിനേക്കാൾ പവർഫുൾ ആയിട്ടൊരു സാധനം എനിക്ക് ഞാൻ തന്നിട്ടുണ്ട്. എന്തുവാ? ബുദ്ധി. ആ ബുദ്ധി നീ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനെല്ലാം നിനക്ക് കീഴ്പ്പെടുത്താനുള്ള സാധ്യത ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ട് നിനക്ക് ഞാൻ 120 വയസ്സാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് ആ 120 ഞാൻ ഇനി പിൻവലിക്കുന്നു. പണി കൊടുത്തു. ആകെ പണി കൊടുത്ത് മനുഷ്യൻ പണി കൊടുത്തു. മനുഷ്യൻ ആകെ വിഷമിച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു കുതിര വീട് വന്നു. കുതിര പറഞ്ഞു, അവന്റെ വിഷമം കണ്ടില്ലേ ബ്രഹ്മാവേ, എന്റെ ഒരു 30 വയസ്സെടുത്ത് അവൻ കൊടുത്തേരാണ്. പിന്നെ അതുവഴി വന്നത് കഴുതയാണ്. കഴുത പറഞ്ഞു, ഇവന്റെ വീഴ്പ്പെടുക്കലല്ല എന്റെ ജോലി, അതുകൊണ്ട് കുറച്ചൊക്കെ അവനോട് ഇരിക്കട്ടെ, എന്റെ ഒരു 30 വയസ്സെടുത്ത് അവൻ കൊടുത്തേരാണ്. മൂന്നാമത് വന്നത് നായ, ഇവന്റെ വീട് കാക്കലല്ല എന്റെ ജോലി, അതുകൊണ്ട് എന്റെ ഒരു 30 വയസ്സെടുത്ത് അവൻ കൊടുത്തേരാണ്. നാലാമത് വന്നത് മൂങ്ങ പറഞ്ഞു, എന്റെ ഒരു 30 വയസ്സെടുത്ത് അവൻ കൊടുത്തേരാണ്. അങ്ങനെയാണ് ഇന്ന് മനുഷ്യന് അവരുടെ ഏജ് എത്ര എത്തിക്കണം? 120 വയസ്സ്. കേട്ടിട്ടുണ്ടോ കഥ? ഇനി ആ കാര്യങ്ങളെ കിടക്കും. 30 വയസ്സ് വരെ കുതിരയുടെ ആയുസല്ലേ? ഭയങ്കര പവറാ, ഭയങ്കര ഓട്ടവാ. നേരത്തെ ഒരു പേരുടെ പറഞ്ഞ സമയമില്ലെന്ന്, ഓട്ടവാ. ഒരു യാഥാർത്ഥ്യം മനസ്സിലാവും സയന്റിഫിക് ആയിട്ട്. നടന്നു പോകുന്ന ഒരാൾക്കാണോ ഓടുന്ന ഒരാൾക്കാണോ പരിസരം ശ്രദ്ധിക്കാൻ പറ്റുന്നത്? രക്ഷകർത്താക്കൾ ഓടുക, അല്ലേ? പിന്നെ എങ്ങനെ മക്കളെ നോക്കാൻ പറ്റും? ഓട്ടത്തിൽ എങ്ങനെയാണ് ശ്രദ്ധിക്കാൻ പറ്റുന്നേ? 30 വയസ്സ് കുതിരയുടെ വയസ്സാണ്. 30 മുതൽ 60 വയസ്സ് വരെ കല്യാണമൊക്കെ കഴിഞ്ഞ് 2-3-4 മക്കളൊക്കെ ആയി വീടൊക്കെ വെച്ച് കടത്തോടെ കടം ചുമക്കുക. ആരുപോലെ കഴുതയെ പോലെ ചുമക്കുക. 30 വയസ്സ് മുതൽ 60 വയസ്സ് വരെ. 60 വയസ്സിൽ കഴിയുമ്പോൾ കൊച്ചുമക്കളൊക്കെ ആയി, അല്ലേ? ഒന്നുകിൽ മകന്റെ അല്ലെങ്കിൽ മകളുടെ വീട്ടിൽ താമസിക്കും. രാത്രി ഉറങ്ങാൻ നേരത്ത് കഥകിന്റെ കുറ്റിയിട്ടുണ്ടോ ആരാ നോക്കുന്നത്? ഉപ്പ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടോ? അടുക്കള വാതിൽ അടച്ചിട്ടുണ്ടോ? കോഴിക്കൂട് അടച്ചിട്ടുണ്ടോ? പശുവിനെ അകത്ത് കെട്ടിയിട്ടുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? ആരുടെ പണിയാ? ഉപ്പയുടെ പണിയല്ല, നായയുടെ പണി, കാവല്. നിങ്ങൾ ആ ഏരിയയിലേക്ക് വന്നില്ലല്ലേ? നമ്മൾ വരും ഉടനെ നായയുടെ പണി ഇപ്പൊ തുടങ്ങും.
ഇപ്പൊ ഭയങ്കര ഭാരം ചുമക്കല, ആകെ ടെൻഷൻ. പിള്ളേരുടെ പഠിത്തം ശരിയാകുന്നില്ല, അവരുടെ സ്വഭാവം ഏത് സാരി വാങ്ങി കൊടുത്തിട്ട് എത്തിപ്പെടുന്നില്ല, അയാൾക്ക് എന്താ ആഹാരം ഉണ്ടാക്കി കൊടുത്തിട്ട് അയാൾക്ക് ഒരു സുഖം തോന്നുന്നില്ല. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ആകെ ടെൻഷൻ അടിച്ച് രണ്ട് കൂട്ടുകാർ ഇങ്ങനെ മരവിച്ച് 60 വയസ്സ് വരെ കഴിയും. 60 വയസ്സ് കഴിഞ്ഞിട്ട് ഫ്രീയെന്നോ കാവൽ വേണം. അവന് 30-60 60 തൊട്ട് 90 വരെയായി. 90 വയസ്സ് കഴിയുമ്പോൾ ആളായസാ മോള് കാനഡയിൽ വരും. കാനഡയിൽ വരുമ്പോൾ മോളൊരു പായസമൊക്കെ ഉണ്ടാക്കും. ഉപ്പാ ഒരു ഇത്തിരി പായസം തരട്ടെ. മൂങ്ങയുടെ മൂളിൽ അയാള് യാത്ര പറയും. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു സിനിമ കാണുന്ന പോലെ, ഞാൻ നേരത്തെ എറിക്സന്റെ മനഃശാസ്ത്ര തിയറി പറഞ്ഞതുപോലെ, ഒരു പുരാണ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചതുപോലെ, നമ്മുടെയും നമ്മുടെ മക്കളുടെയും വളർച്ച നിങ്ങൾ കണ്ടിങ്ങനെ ആസ്വദിക്കണം.